മഴതോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിശങ്കർ ശരണ്യരെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു. ഒരു രക്ഷയില്ല, മുറിയിലേക്ക് കയറ്റാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ ശരണ്യ മുറിയിൽ കയറില്ല. ഫ്രഷ് ആവാം, കുറച്ച് നേരം റൂം എങ്ങനെയുണ്ട് നോക്കാം, 3000 എണ്ണി കൊടുത്തതല്ലേ, അങ്ങനെ പലതരത്തിലും പലതും പറഞ്ഞ് ശരണ്യനെ മുറിയിലെത്തിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല. ആ സമയത്ത് പാചകക്കാരൻ അവരും അയാളോട് ശരണ്യക്ക് വിശക്കിന് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട, ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ പിടിക്കുമെന്ന് പറയും. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം, ഇപ്പോൾ തന്നെ സന്ധ്യ ആയില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. എടി നമുക്ക് ആ റൂമും പുറത്തുനിന്ന് ഒന്ന് നോക്കിയിട്ട് പോവാടി എന്നൊക്കെ പറയുമ്പോൾ വേണ്ട വേണ്ട, നിൻ്റെ ഉദ്ദേശം ഒന്നും എൻ്റെ അടുത്ത് നടക്കില്ല മോനെ, ഇത്രയും തന്നെ നേരം സ്പെൻഡ് ചെയ്തില്ലേ, നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്, അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ തന്നെ നിൽക്കും. നിനക്ക് റൂം കാണണമെന്ന് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ പോയി കാണാൻ, ഞാൻ വണ്ടിയുടെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് ശരണ്യ തിരിഞ്ഞ് നടക്കും. അപ്പോൾ അവിടെ നിന്നിരുന്ന സഹായി പറയും, സാറേ ഒത്തില്ലല്ലേ എന്ന് പറയും. സാറിന് പറ്റിയ പെണ്ണൊന്നും നല്ലതെന്ന് പറയും. എന്നാൽ പിന്നെ താനും എനിക്കൊരു പെണ്ണിനെ കൊണ്ട് താടോ എന്ന് പറയും. ഞാൻ ഒരു പകുതി പൈസ എങ്കിലും താടോ, പകുതി താനെടുത്തോന്ന് പറയും. അയ്യോ ഞാൻ മുതലാളിയോട് പറഞ്ഞു പോയി, ബുക്കിൽ എഴുതി സാറേ എന്ന് പറയും. അവൻ്റെ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോകും. എന്നിട്ട് ശരണ്യനെ കയറ്റാണ്ട് വണ്ടിയിൽ കയറ്റാണ്ടൊക്കെ പോകാൻ നോക്കും. എന്നിട്ട് പറയും, ബുദ്ധി ഇല്ലാത്തവളോട് നീ ഇത്രയും നേരം ഉണ്ടായിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അയാൾ അവൻ്റെ ആ നിരാശ മുഴുവൻ അവരോട് പ്രകടിപ്പിക്കുന്നുണ്ട്. ദേഷ്യത്തോടെ ഇനി വണ്ടി ഓടിച്ച് പോകുന്നത്. പിന്നീട് ബാലചന്ദ്രൻ ഹാളിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ചായ എന്തോ കുടിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫോണിൽ ബെല്ലടി കേൾക്കും. അപ്പോൾ അലീന ചെന്ന് വാല് തുറക്കും. ഗോവർദ്ധനായിരുന്നു. ബാലേട്ടൻ ഇല്ലേന്ന് ചോദിക്കും. ആ ഉണ്ട്, വായോ എന്ന് പറയും. അങ്ങനെ അലീന അകത്തേക്ക് പോകും. എന്താ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അവിടെ ആരും എന്ന് ചോദിക്കും. സുലോചന ഉണ്ട് ചേട്ടാ എന്ന് പറയും. പിന്നെ മനു ഉണ്ടെന്ന് പറയും. ആ ശരി, എന്തിനാ അപ്പം നീ എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അപ്പോൾ ബില്ലെടുത്ത് കൊടുത്തിട്ട് പറയും, ദേ ഇത് എൻ്റെ കയ്യിൽ അവർ തന്ന്, ആര്, ശിവേട്ടൻ നമ്മളോട് അടയ്ക്കാൻ പറഞ്ഞ് 2,00,000 സംതിങ് അങ്ങനെ അത്ര എന്താണ്ടൊക്കെ ഉണ്ടെന്ന് പറയും. അയാൾക്ക് നാണയില്ലേ അത് നിൻ്റെ തരാൻ, എന്താ അയാൾക്ക് അടയ്ക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കും. നാഴിക്ക് 40 വട്ടം പെങ്ങളെ പിന്നാലെ നടന്ന് ഓരോന്ന് ഓതിക്കൊടുത്ത് കുടുംബത്ത് വഴക്കുണ്ടാക്കിക്കാൻ അയാൾക്ക് അറിയാലാന്ന് പറയും. നമ്മളല്ലേ ഏട്ടാ അടയ്ക്കേണ്ടത്, ചേട്ടൻ്റെ അല്ലേ ഭാര്യ, അപ്പോൾ പിന്നെ അവർ നമ്മളെ കൊണ്ടല്ലേ അടുപ്പിക്കുള്ളൂ എന്ന് പറയും. എടോ ഈ 2,00,000 രൂപ എനിക്ക് രോമം കൊഴിയുന്ന പോലെയുള്ളൂ, പക്ഷേ അതല്ലല്ലോ, സ്വന്തം പെങ്ങളല്ലേ, അത്ര മര്യാദക്കാരനാണെങ്കിൽ നാളെ ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ തരണമായിരുന്നു, എന്നിട്ട് ബില്ലടയ്ക്കാൻ പറയണമായിരുന്നു, വൃത്തികെട്ടവൻ. അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു ബാലചന്ദ്രൻ ശിവേട്ടനെ. ഗോവർദ്ധനൻ മടിച്ച് മടിച്ച് ബാഗിൽ നിന്ന് ചെക്കൊക്കെ എടുത്തു കൊടുക്കും. ബാലേന്ദ്രൻ ഒപ്പിട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ശരി എന്നാൽ ഞാൻ പോകണമെന്ന് പറയും. അതിന് മുന്നേ തന്നെ അലീന ചായ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചായ കൊടുക്കുമ്പോൾ എനിക്ക് ചായ ഇല്ലേന്ന് ചോദിക്കും ബാലേന്ദ്രൻ. ഇല്ല എന്ന് അലീന പറയും. ഊണ് കഴിക്കാൻ നേരമായി, അത് കഴിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ഗോവർദ്ധനൻ ചായ കുടിച്ച് പോകും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ ബാലചന്ദ്രൻ അങ്ങോട്ട് ചെല്ലണ്. അപ്പോൾ അവിടെ സുലോചനയുണ്ട്, മനു ഉണ്ട്. അപ്പോൾ സുലോചനോട് പറയും, നീ കയറി കണ്ടോ എന്ന് ചോദിക്കും. ആ കണ്ട്, എന്നെ ഇപ്പം തന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് ചെയ്യാൻ്റെ സമയമായപ്പോൾ ഒരാളെ സഹായത്തിന് വേണമെന്ന് പറഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ ഒരുപാട് സ്ഥലങ്ങളിൽ ഒടിവും ചതവും ഒക്കെ ഉണ്ടല്ലോ, പല്ലൊക്കെ ഇളകി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അയാൾ വേണ്ടിയില്ലെങ്കിൽ നീ പൊക്കോ, കുട്ടികളെ കാര്യം നോക്കണ്ടല്ലേ എന്ന് പറയും. ആ ഞാൻ വൈകുന്നേരം വരാം ചേട്ടാ, എന്നാ പോട്ടെ എന്ന് പറയും. ആ നീ പൊക്കോളാൻ പറയും. അങ്ങനെ ഗോവർദ്ധൻ്റെ ഭാര്യ പോകും. മനുവിനോട് പറയും, മനു ഇവിടെ എന്തെങ്കിലും രാത്രി എന്തെങ്കിലും ഉണ്ടായോ എന്ന് വെച്ചപ്പോൾ എന്ത്, ഒന്നും നമ്മളെ വിളിക്കുക പോലും ആരും ചെയ്തില്ല എന്ന് പറയും. ശരി നീ പോയി കിടന്നുറങ്ങിക്കോ, രാത്രി മുഴുവൻ ഉറങ്ങാണ്ടിരുന്നതല്ലേ, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയും. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ അച്ഛനോടും ചെറിയച്ഛനോടും ഇവിടെ വന്ന് ഒരുപാട് അങ്ങോട്ട് സഹായിക്കില്ലേ എന്ന് പറയണം കേട്ടോ. എന്ത് സഹായം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അതോ ഹോട്ടൽ റൂമിലും കണ്ട് താമസിക്കുന്നുണ്ട്, പേരിന് ഇവിടെ വന്ന് കിടക്കണമെന്ന് മാത്രം, ഞാൻ എന്ത് ചെയ്യാൻ ഞങ്ങളെന്ന് പറയും. ഞങ്ങളെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ, ഞാൻ വരാട്ടാന്ന് പറയും. വേണ്ട നീ ഇപ്പോൾ പോയി കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു നേഴ്സ് വന്ന് പറയും, വൈജയന്തിയിൽ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറയും. അതെ 5 മിനിറ്റ് കാണാനുള്ള സമയമുണ്ട്, വേണമെങ്കിൽ വന്ന് കണ്ടോളാൻ പറയും. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ബോധമൊന്നും ഇല്ല കിടക്കണ്. ബാലചന്ദ്രൻ ഇങ്ങനെ വൈജയന്തിയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നു, 22 വർഷമായിട്ട് നിങ്ങൾ എന്നെ ചതിച്ചുകൊണ്ടിരിക്കണല്ലേ ദുഷ്ടൻ, അവൾ നിങ്ങളുടെ മകളാണല്ലേ, എനിക്ക് നിങ്ങളുടെ ഭാര്യയായിരിക്കാൻ അശേഷം താല്പര്യമില്ല, പിന്നെ മക്കൾക്ക് വേണ്ടി ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, അലീനനെ പറഞ്ഞയച്ചാൽ ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അലീനെ പറഞ്ഞയക്കില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നതും, എങ്കിൽ ശരി നിങ്ങൾ അവളെ ഏറ്റവും ഇവിടെ താമസിച്ചോ, വൈജയന്തിന് അതിന് കിട്ടില്ല എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി പോകുന്നൊരു ഭാഗമൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, ഇനി എപ്പോഴാണ് കണ്ണ് തുറക്കാൻ വല്ലതും അറിവുണ്ടോ എന്ന് ചോദിക്കും. പറയും, ഒരു 4 മണിക്കൂറെങ്കിലും ഉണ്ടാവും മരുന്നിൻ്റെ സെഡേഷൻ, കൂടുതൽ അറിയണമെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോകണം എന്ന് പറയും. ആ സാരില്ല എന്ന് പറഞ്ഞ്
കുറച്ച് നേരം കൂടെ ബാലചന്ദ്രൻ വൈജയന്തിനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് നേരെ പോകും. അവിടെ ചെല്ലുമ്പോഴത്തേനും ഗോവർദ്ധനം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗോവർദ്ധനം പറയും, ആ ചേട്ടൻ കണ്ടോ ചേച്ചിനെ എന്ന് പറയും. ആ കണ്ടു എന്ന് പറയും. എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. എങ്ങനെയുണ്ട് അതേപോലെ തന്നെ എന്ന് പറയും. ആ ഒടിവും ചതവൊക്കെ തന്നെ, അല്ലാണ്ട് ഇപ്പം എന്തെന്ന് പറയും. എന്തായാലും ഒരുപാട് നാളുകൂടെ കിടക്കേണ്ടി വരുന്നെന്ന് തോന്നണേന്ന് പറയും. ചേട്ടന് വിഷമമൊന്നുമില്ല ചേട്ടത്തി ഈ അവസ്ഥ കണ്ടിട്ടെന്ന് പറയും. എടോ, വിഷമം എന്ന് പറഞ്ഞ സാധനം മനസ്സിൽ വരുത്തേണ്ടതെന്ന്, അല്ലാണ്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല. വൈജയന്തിരി ആങ്ങളമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് നടന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അങ്ങനെ വരില്ലല്ലോ എന്നറിയും. എന്നാലും ആ കാറ് കണ്ട ചേച്ചി ജീവനോടെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം കിട്ടിയല്ലോ, അപ്പം അതങ്ങനെ വിചാരിച്ചാൽ മതി. ഈ റോട്ടിൽ അപകടമുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞത് വെറുതെ എഴുതിയിരിക്കുന്നതൊന്നല്ല. അർദ്ധരാത്രി വീട്ടിൽ കിടന്നുറങ്ങേണ്ട പെണ്ണ് പോയതല്ലേ. ഞാനല്ലല്ലോ അതിൻ്റെ കാരണക്കാരൻ. സാമർത്ഥ്യം അഹങ്കാരം കൂടി തലയ്ക്ക് പിടിച്ചിട്ട് പോയതല്ലേ. അപ്പോൾ കുറച്ചൊക്കെ അനുഭവിക്കാനുണ്ട് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഡോക്ടറെ മുറിയിലേക്ക് രാജീവൻ കയറി ചെല്ലുന്നത്. ഞാൻ വൈജയന്തിയുടെ സഹോദരനാണ്, വൈജയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് മാറ്റം, താടിയെല്ല് പൊട്ടിയിട്ടുമുണ്ട്, അതുപോലെ തന്നെ പല്ലൊരുപാട് ഇളകിയിട്ടുമുണ്ട്. അപ്പോൾ സംസാരിക്കാൻ അടുത്ത നാളിലൊന്നും പറ്റില്ല. പിന്നെ ഒരു ഭാഗം മുഴുവൻ ചതഞ്ഞ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ബാൻഡേജ് കെട്ടിയേക്കാണ്, കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല ഡോക്ടറെ, അത്ര അറിയണ്ടുള്ളൂ എന്ന് പറയും. അതിനുശേഷം പിന്നീട് സഹോദരൻ്റെ ചേട്ടൻ്റെ എത്തിക്കലും ആ അപകടവും ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, വൈജയ് ജീവിച്ചിരിക്കുന്നു തോന്നണില്ലായിരുന്നു ചേട്ടാ. ഇത്രയെങ്കിലും ആയത് ഭാഗ്യം എന്ന് വിചാരിക്കാന്നറിയും. ആ അപകടം നീ എങ്ങനെ കണ്ടു? എനിക്ക് ഹരി വീഡിയോ എടുത്തിട്ട് തന്നു. അവൻ അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പോയത് ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക്. അവൻ അതൊക്കെ അല്ല ഹരം. അങ്ങനെ ആ വീഡിയോ ചേട്ടന് കാണിച്ചു കൊടുക്കണം അനിയനപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതത്തോടെയൊക്കെ നോക്കിയിട്ട് പറയും, ഓ എന്തൊരു കാഴ്ചയാണല്ലേ അത്, എന്തൊരു ഇടിഞ്ഞിടിച്ചത്, നീ അത് എൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം അത് സെൻഡ് ചെയ്തിട്ട് രണ്ടുപേരും കൂടെ പോകുമ്പോൾ നേരെ കാണുന്നത് നമ്മുടെ ഗോവർദ്ധൻ ഇരിക്കുന്നതാണ്. നീ മാത്രമേ ഉള്ളൂ വിടുക, അയാൾ എന്തേന്ന് ചോദിക്കും. എന്തേ, ആരെങ്കിലും ഒരാൾ പോരെ എവിടെയെന്ന് ചോദിക്കും. ആ മതി, അല്ല ചോദിച്ചതെന്ന് പറയും. ബില്ലൊക്കെ അടയ്ക്കണ്ടേ, അതിനുവേണ്ടി പോയേക്കെന്ന് പറയും. പിന്നെ ബില്ല് അവനല്ലേ അടയ്ക്കണ്ടേന്ന് പറയും. ആ അവൻ തന്നെ അടച്ചാൽ അളിയനാണല്ലേ അടയ്ക്കേണ്ടതെന്ന് ചോദിക്കും. പിന്നെ നിൻ്റെ വീട്ടിൽ നിന്നല്ലല്ലോ കൊണ്ട് അടയ്ക്കുന്നത്, അവൻ്റെ ഭാര്യയല്ലേ എന്ന് പറയും. എൻ്റെ വീട്ടിൽ നിന്ന് അടയ്ക്കണമായിരുന്നോ, അവൻ്റെ ഭാര്യയുടെ ബില്ല് അവനും അടയ്ക്കണ്ടേന്ന് പറയും. ആ ആ ശരിയെന്ന് പറയും. ബാലേട്ടന് 28 വർഷത്തെ പരിചയമുള്ളൂ വൈജയച്ചിനായിട്ട്, നിങ്ങൾക്ക് 40-45 വർഷത്തെ പരിചയമില്ലേ, നിങ്ങളുടെ കൂടപ്പുറപ്പുകളല്ലേ, നിങ്ങളും കുറച്ചൊക്കെ അടയ്ക്കേണ്ടതുണ്ട് എന്ന് പറയും. പിന്നെ നമ്മുടെ ഒന്നും രണ്ടൊക്കെ പറയുന്നുണ്ട് ഗോവർദ്ധനൻ. വിട്ടുകൊടുക്കുന്നൊന്നുമില്ല, വിട്ടുകൊടുക്കണ്ടെന്ന് ബാലേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവനോട് ചൊറിയാൻ നിൽക്കണ്ട, നമുക്ക് പോകാം, അതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളാം, ഹോട്ടൽ മുറിയിലുണ്ടെന്ന് പറയും. എന്താവശ്യം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നോക്കും. അങ്ങനെ ഗോവർദ്ധൻ്റെ അടുത്ത് ഇനി മിണ്ടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ വേഗം അവിടുന്ന് സ്ഥലം വിടുന്നു വൈജയുടെ സഹോദരന്മാർ. അങ്ങനെ അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന ഗോവർദ്ധനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.